പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ആദ്യത്തെ വോട്ടാണോ? എന്നാൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കേരളത്തിൽ ഇത്തവണ പോളിംഗ് ബൂത്തിലെത്തുന്നത് 5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടു. വോട്ടവകാശമുള്ള എല്ലാ യുവജനങ്ങളും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 6 ഇടപ്പറമ്പ് സ്കൂളിലെ 36-37 ബൂത്തുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എല്ലാവരും സ്ഥലത്തെത്തി. ഹരിതകർമ്മസേന അംഗങ്ങൾ, BLOമാർ, ആശാവർക്കർമാർ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എല്ലാവരും അവരവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള CCTV ക്യാമറകൾ, ടോയ്ലറ്റ്, കുടിവെള്ളം, റാമ്പുള്ള പോളിംഗ് ബൂത്തുകൾ എന്നിവയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഭിന്നശേഷിക്കാർക്ക് വരിയിൽ നിൽക്കാതെ തന്നെ നേരിട്ട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് എന്ന ആ മഹാപ്രക്രിയ ഇങ്ങനെയാണ്. വോട്ടർ പോളിംഗ് ബൂത്തിലെത്തിയാൽ ക്യൂവിൽ നിൽക്കുക. വോട്ടറുടെ ഊഴമെത്തുമ്പോൾ പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിലെ പേരും വോട്ടർ കാണിക്കുന്ന തിരിച്ചറിയൽ രേഖയും പരിശോധിച്ച് ഉറപ്പുവരുത്തും. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ താങ്കളുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും ഒപ്പിടുവിക്കുകയും ചെയ്യും. പോളിംഗ് ഓഫീസർ സ്ലിപ്പ് സ്വീകരിക്കുകയും വോട്ടറുടെ വിരലിലെ മഷി അടയാളം ഉറപ്പുവരുത്തുകയും ചെയ്യും. വോട്ടർ വോട്ടിംഗ് നടത്തുന്നതിനുള്ള കമ്പാർട്ട്മെന്റിലെത്തിയാൽ 3-ാം പോളിംഗ് ഓഫീസർ ബാലറ്റ് യൂണിറ്റ് വോട്ടിങ്ങിന് സജ്ജമാക്കുന്നു. അപ്പോൾ ബാലറ്റ് യൂണിറ്റിലെ റെഡി ലൈറ്റ് പ്രകാശിക്കുകയും ശേഷം വോട്ടർ താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള EVMലെ നീല ബട്ടൺ അമർത്തുകയും ചെയ്യും. അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവന്ന ലൈറ്റ് പ്രകാശിക്കുകയും ഉടൻ തന്നെ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ, ചിഹ്നം, പേര് എന്നിവയടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് VVPAT യന്ത്രം പ്രിന്റ് ചെയ്യുകയും 7 സെക്കൻഡ് പ്രദർശിപ്പിക്കുകയും ചെയ്യും. കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബീപ്പ് ശബ്ദം വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇതോടുകൂടി വോട്ടെടുപ്പ് എന്ന ആ മഹാപ്രക്രിയ ഇവിടെ അവസാനിക്കും. ഈ വിവരം നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.